അപ്പോൾ 2024 സെക്കൻഡ് ഹാഫ് ഇവിടെ ആരംഭിക്കുകയാണ്. ജൂലൈ മാസം തിയേറ്ററുകളിലും OTT-യിലും റിലീസാകുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. എഡി മർഫി കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഇംഗ്ലീഷ് ആക്ഷൻ കോമഡി ചിത്രം ബെവർലി ഹിൽസ് കോപ്പ് XLF എന്ന സിനിമ ഡയറക്റ്റ് OTT റിലീസായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ജൂലൈ 3-ന് റിലീസാവുന്നുണ്ട്. ബെവർലി ഹിൽസ് കോപ്പ് ഫിലിം ഫ്രാഞ്ചൈസിലെ 4ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് ഈ സിനിമ. അതുപോലെ തന്നെ 94-ൽ ഇറങ്ങിയ ബെവർലി ഹിൽസ് കോപ്പ് 3-യുടെ സീക്വലുമാണ്. ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന പാർട്ട്നേഴ്സ് എന്ന മലയാളം സിനിമ ജൂലൈ 5-ന് തിയേറ്ററുകളിൽ റിലീസാകും. ഇംഗ്ലീഷ് ആനിമേറ്റഡ് കോമഡി ഫിലിം സീരീസ് ഡെസ്പിക്കബിൾ മീയുടെ 4th ഇൻസ്റ്റാൾമെന്റ് ജൂലൈ 5-ന് തിയേറ്ററുകളിൽ റിലീസാകും. ഇറ്റാലിയൻ ത്രില്ലർ സിനിമയായ വാനിഷ്ഡ് ഇൻ ടു ദ നൈറ്റ് ജൂലൈ 11-ന് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഈ മാസം ഏറ്റവും വലിയ റിലീസ് ശങ്കർ സംവിധാനം ചെയ്ത് കമൽഹാസൻ കേന്ദ്ര കഥാപാത്രമായെത്തുന്ന ഇന്ത്യൻ 2 ജൂലൈ 12-ന് തിയേറ്ററുകളിൽ റിലീസാകും. 96-ൽ ഇറങ്ങിയ ഇന്ത്യന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ സിനിമ. എനിക്ക് പേഴ്സണലി ഇതിന്റെ ട്രെയിലർ ഒന്നും വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. എന്തായാലും എന്തെങ്കിലും ഒരു ശങ്കർ മാജിക് ഉണ്ടോ എന്ന് പടം കണ്ടു തന്നെ അറിയാം. സിദ്ധാർത്ഥ്, പ്രിയ ഭവാനി ശങ്കർ, രാകുൽ പ്രീത് സിംഗ്, പിന്നെ നമ്മുടെ നെടുമുടി വേണുചേട്ടൻ AI ഉപയോഗിച്ച് അങ്ങനെയല്ല നേരത്തെ ഷൂട്ട് ചെയ്താണെന്നും പറയുന്നു. അങ്ങനെ വലിയൊരു താരനിര തന്നെ ഈ പടത്തിലുണ്ട്. നിക്കോളാസ് കേജ് ഒരു പ്രതിനായക വേഷത്തിൽ ഒരു സീരിയൽ കില്ലറായിട്ട് വരുന്ന സിനിമ ഇംഗ്ലീഷ് ഹൊറർ ത്രില്ലർ ലോങ് ലെഗ്സ് ജൂലൈ 12-ന് തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. മൈക്ക മൺട്രോയാണ് മറ്റൊരു പ്രധാന വേഷത്തിൽ വരുന്നത്. ഇന്ത്യയിൽ ഈ പടത്തിന് റിലീസ് ഉണ്ടോ എന്നറിയില്ല. എനിക്ക് പേഴ്സണലി തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹമുള്ള ഒരു സിനിമയായിരുന്നു. സ്കാർലെറ്റ് ജോൺസൺ പ്രധാന വേഷത്തിലെത്തുന്ന ഫ്ലൈ മീ ടു ദ മൂൺ എന്ന ഇംഗ്ലീഷ് റൊമാന്റിക് കോമഡി ചിത്രം ജൂലൈ 12-ന് തന്നെ തിയേറ്ററുകളിൽ റിലീസാകും. ഇംഗ്ലീഷ് ആക്ഷൻ അഡ്വഞ്ചർ സീരീസ് മീ ആപ്പിൾ TV പ്ലസിൽ ജൂലൈ 12-ന് സ്ട്രീമിംഗ് ആരംഭിക്കും. സൂര്യ റിപ്പോർട്ടർ എന്ന സിനിമയുടെ ഹിന്ദി റീമേക്ക് അക്ഷയ് കുമാർ നായകനാകുന്ന സർഫിറ ജൂലൈ 12-ന് തിയേറ്ററുകളിൽ റിലീസാകും. ഹിന്ദി ക്രൈം കോമഡി സീരീസ് ത്രിഭുവൻ മിശ്ര CA ടോപ്പർ നെറ്റ്ഫ്ലിക്സിൽ ജൂലൈ 18-ന് സ്ട്രീമിംഗ് ആരംഭിക്കും. ഹോളിവുഡ് ഡിസാസ്റ്റർ ത്രില്ലർ ട്വിസ്റ്റേഴ്സ് ജൂലൈ 18-ന് തിയേറ്ററുകളിൽ റിലീസാകും. 96-ൽ ഇറങ്ങിയ ട്വിസ്റ്ററിന്റെ സ്റ്റാൻഡ് അലോൺ സീക്വലാണ് ഈ സിനിമ. 19-ാം തീയതി 3 മലയാള സിനിമകൾ തിയേറ്റർ റിലീസ് ചെയ്യുന്നുണ്ട്. സിജു വിൽസൺ, ബാലു വർഗീസ് തുടങ്ങിയവർ അഭിനയിച്ച പുഷ്പക വിമാനം എന്ന മലയാളം ആക്ഷൻ ചിത്രം ജൂലൈ 19-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. ടൈം ട്രാവൽ ആണോ പടം എന്ന് സംശയമുണ്ട് ട്രെയിലർ കണ്ടിട്ട്. ജൂലൈ 19-ാം തീയതി തന്നെ വിശേഷം എന്നൊരു മലയാളം കോമഡി ഡ്രാമ സിനിമയും റിലീസ് ആവുന്നുണ്ട്. ചിന്നു ചാന്ദിനിയൊക്കെ പ്രധാന വേഷത്തിൽ വരുന്ന സിനിമയാണിത്. സിജു വിൽസന്റെ തന്നെ വേറൊരു ചിത്രം കൂടി 19-ാം തീയതി റിലീസ് ആവുന്നുണ്ട്, സമാധാന പുസ്തകം. ബാഡ് ന്യൂസ് എന്ന ഹിന്ദി കോമഡി സിനിമയും ജൂലൈ 19-ന് റിലീസാകും. വിക്കി കൗശലും തൃപ്തി ഡംറിയും ഒക്കെ പ്രധാന വേഷത്തിൽ വരുന്ന പടമാണ്. ലേഡി ഇൻ ദ ലേക്ക് എന്ന ഇംഗ്ലീഷ് ഡ്രാമ ത്രില്ലർ ലിമിറ്റഡ് സീരീസ് ആപ്പിൾ TV പ്ലസിൽ ജൂലൈ 19-ന് റിലീസാവുന്നുണ്ട്. ടൈം ബണ്ടിറ്റ്സ് എന്ന ഇംഗ്ലീഷ് ഫാന്റസി അഡ്വഞ്ചർ സീരീസ് ജൂലൈ 24-ന് ആപ്പിൾ TV പ്ലസിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മാർവലിന്റെ സൂപ്പർ ഹീറോ മൂവിയായ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ജൂലൈ 26-ന് തിയേറ്ററുകളിൽ റിലീസാകും. ധനുഷ് സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ നായകനായി അഭിനയിക്കുന്ന അദ്ദേഹത്തിന്റെ 50-ാമത്തെ സിനിമ രായൻ ജൂലൈ 26-ാം തീയതി തിയേറ്ററുകളിൽ റിലീസാകും. SJ സൂര്യ, പ്രകാശ് രാജ്, കാളിദാസ് ജയറാം, തുഷാര വിജയൻ, വരലക്ഷ്മി ശരത് കുമാർ, അപർണ ബാലമുരളി അങ്ങനെ ഒരു വലിയ താരനിര തന്നെ പടത്തിലുണ്ട്. കഴിഞ്ഞ മാസം റിലീസ് പറഞ്ഞിട്ട് മാറ്റിവെച്ച സിനിമയാണിത്. വിമൻ ഇൻ ബ്ലൂ എന്ന ഇംഗ്ലീഷ് ഡ്രാമ ക്രൈം സീരീസ് ആപ്പിൾ TV പ്ലസിൽ ജൂലൈ 31-ന് സ്ട്രീമിംഗ് ആരംഭിക്കും. അപ്പോൾ ഇത്രയുമാണ് ജൂലൈ മാസം തിയേറ്ററുകളിലും ഡിജിറ്റലായും റിലീസാകുന്ന സിനിമകളും സീരീസുകളും. ഇതിലേതെങ്കിലും പ്രധാനപ്പെട്ട പടങ്ങൾ മിസ്സായെന്നറിയില്ല. ഏതെങ്കിലും പുതിയ റിലീസ് വരും ദിവസങ്ങളിൽ ജൂലൈയിലേക്ക് മാറ്റുമോ എന്നും അറിയില്ല. അപ്പോൾ കണ്ടറിയാം. ഇതിലേതാണ് നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമ അല്ലെങ്കിൽ സീരീസ് എന്നും കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ.